തണ്ടും ചെറുപയർ പരിപ്പും വെച്ച് ഒരു പരിപ്പിയാറുണ്ട്. അതിന് ഉള്ളിപ്പൂൻ തണ്ട് ഒരു കെട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിരിക്കുന്നത്. ആ പൂവായിട്ടുള്ള ഭാഗം എടുത്തില്ല, തണ്ടായിട്ടുള്ള ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അത് നമുക്ക് ആദ്യം കുക്ക് ചെയ്യാം. ഈ പരിപ്പും ഇതും കൂടെ ആദ്യം കുക്ക് ചെയ്യാനിടാം. പരിപ്പ് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് നേരം ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾ പൊടിയും ചേർക്കും. ഇളക്കിയിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. 2 വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ, ഒരു അരമുറി തേങ്ങ, പച്ചമുളക് ഒരു വലിയതാണെങ്കിൽ ഒരു 2 or 3, മഞ്ഞൾ പൊടി നേരത്തെ ചേർത്തിട്ടുണ്ടോ കുറച്ച് മതി, ജീരകം ഒരു 1/4 ടീസ്പൂൺ, പിന്നെ കറിവേപ്പില, പിന്നെ താളിക്കാൻ, പിന്നെ ഇതിൻ്റെ അകത്ത് അരയ്ക്കാൻ തന്നെ 2 വെളുത്തുള്ളി 2 ചുമന്നുള്ളിയും വേണം. പിന്നെ കടുക് പൊട്ടിക്കാൻ കടുക്, വറ്റൽമുളക്, വെളിച്ചെണ്ണ, പിന്നെ 2 ചുമന്നുള്ളി, ഒരു ടൊമാറ്റോയും ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ വേകുന്ന സമയത്ത് നമുക്കൊന്ന് അരിഞ്ഞ് ചേർക്കാം. നമ്മുടെ പ്രഷർ കുക്കറിൽ 2 സ്റ്റീം വന്നു. ഇനി നമുക്കിത് അരച്ചുകൊണ്ട് വരാം. ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് അരച്ചുകൊണ്ട് വരാം. പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും മഞ്ഞൾ പൊടിയും കൂടെ നന്നായിട്ട്, നമ്മുടെ പരിപ്പും ഉള്ളിത്തണ്ടും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൊമാറ്റോ ചേർക്കാം. ഈ അരപ്പും ചേർക്കാം. നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തേക്കാം, ചേർത്തേക്കാം. നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്കിനി മാറ്റി വയ്ക്കാം. ടൊമാറ്റോ ഇതിൻ്റെ അകത്ത് കിടന്ന് തന്നെ വെന്തിട്ടാണ്, കൂടുതൽ വേവിൻ്റെ ആവശ്യമില്ല. അത് താളിക്കാം. വേപ്പിലിടാം. നമുക്ക് കറിയിലേക്ക് ഒലത്തൊഴിക്കാം.